ഹലോ ഗൈസ്. അപ്പോൾ നാട്ടിലിപ്പോൾ മൊത്തം വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്നത് ഗോവിന്ദചാമിയാണ്. എല്ലാവർക്കും അറിയാം, ജയിൽ ചാടി, സൗമ്യ വധക്കേസ് പ്രതി ജയിൽ ചാടി, കുളത്തിൽ ചാടി, കിണറ്റിൽ ചാടി പിടിച്ചു. അതാണ് ഇപ്പോഴത്തെ മെയിൻ വാർത്ത. അപ്പോൾ സുരക്ഷാ വീഴ്ചയാണെന്നാണ് എല്ലാവരും പറയണത്. പക്ഷേ സത്യം എന്താ എന്ന് നിങ്ങൾക്ക് എന്താ തോന്നുന്നു? എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു പരിപാടിയാണ്, വേറെ ഒന്നുമല്ല. കാരണം വാർത്തകൾ നിറയെ ഒരാൾ നിറഞ്ഞു നിൽക്കരുത്. അപ്പോൾ ആളങ്ങോട്ട് മാറ്റിയിട്ട് വേറൊരു ഇഷ്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ എന്ത് ചെയ്യും? മറ്റേ മോഹൻലാൽ പറഞ്ഞ മാതിരി എല്ലും കഷ്ണം തിന്നണ നായ്ക്കളെ പോലെ ആ ഒരു സെയിം ഒരു സ്ട്രാറ്റജി തന്നെയാണത്. ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു പരിപാടിയാണ്. ഇത് ആസൂത്രണം ചെയ്തുണ്ടാക്കിയത് തന്നെയാണ്. ജയിൽ വകുപ്പായാലും അത് മന്ത്രിമാരെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, ഉറപ്പാണത്. അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. എന്തിനെ മറക്കാനാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്കറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എൻ്റെ ഒരു നിരീക്ഷണം അതാണ്. അല്ലാതെ ഇങ്ങനൊരു അംഗപരിമിതിയുള്ള ഒരാൾ 20 അടി ഉയരമുള്ള ഒരു മതിലെടുത്ത് ചാടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ സെൻസ് അത് ആലോചിച്ചാൽ തന്നെ അറിയാം. PV Anwar ഒരു വീഡിയോ ഒക്കെ കണ്ടിരുന്നു, ആ ടാങ്കൊക്കെ വെച്ചുള്ള അതൊക്കെ നോക്കിയിട്ട് അത് കണ്ടറിയാം. അതൊന്നും ഒറ്റയ്ക്ക് സാധ്യമല്ല, സഹായം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു വേറൊരു അജണ്ട ഉണ്ട്, അതാണ് അതിൻ്റെ സത്യം, വേറൊന്നുമല്ല. അപ്പോൾ അതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം ഇതാണ് കാര്യം, ശ്രദ്ധ തിരിച്ചു വിടാൻ. കാരണം ആളുകളെല്ലാം ഒരേ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ സംഭവം ഉണ്ടായി, ഒരു ബ്രേക്കൗട്ട് ഉണ്ടായി, ആൾ പുറത്ത് ചാടി, ആ വാർത്ത വന്നു, പിടിച്ചു, കിണറ്റിൽ ചാടി, കിണറ്റിൽ പോയി ആളെ പിടിച്ചു, വാർത്തയൊക്കെ വന്നു. ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ശ്രദ്ധ തിരിച്ചിടാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അവനൊറ്റയ്ക്കൊന്നല്ല, അവനൊറ്റയ്ക്ക് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റൂല, അത് 100% ഉറപ്പുള്ള കാര്യമാണ്. എന്തായാലേ ഓരോരോ ഐഡിയാസാണ്, പുതിയ ഐഡിയാസ് ശ്രദ്ധ തിരിച്ചിടാനുള്ളത്. എങ്ങനെയുണ്ട്? നൈസായിട്ട് എന്തായാലും.